ഹായ് കൂട്ടുകാരെ, ഏവർക്കും നിങ്ങളുടെ സ്വന്തം ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ സിദ്ധി. നിങ്ങളുടെ കയ്യിൽ ഒരു മാജിക് പെൻസിൽ കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? വരൂ, നമുക്ക് ബെന്നിയുടെ കഥ കേൾക്കാം. ബെന്നി ലവ് ടു ഡ്രോ. ബെന്നിക്ക് വരയ്ക്കാൻ ഇഷ്ടമായിരുന്നു. ലൗഡ് ഇഷ്ടമായിരുന്നു. വൺ ഡേ ഹി ഫൗണ്ട് എ സ്പെഷ്യൽ പെൻസിൽ. ഒരു ദിവസം അവനൊരു പ്രത്യേകതയുള്ള പെൻസിൽ കണ്ടെത്തി. സ്പെഷ്യൽ, പ്രത്യേകതയുള്ള. ഫൗണ്ട്, കണ്ടെത്തി. The pencil said, I am magic. Whatever you draw will come true. പെൻസിൽ പറഞ്ഞു, ഞാൻ മാന്ത്രികനാണ്. നിങ്ങൾ വരച്ചതെന്തും യാഥാർത്ഥ്യമാകും. ബെന്നി drew a big juicy ice cream. ബെന്നി ഒരു വലിയ കൊതിയൂറുന്ന ഐസ്ക്രീം വരച്ചു. ഡ്രൂ വരച്ചു. Suddenly a real ice cream appeared. പെട്ടെന്ന് ഒരു യഥാർത്ഥ ഐസ്ക്രീം പ്രത്യക്ഷപ്പെട്ടു. ബെന്നി was thrilled and ate it. ബെന്നി രോമാഞ്ചം കൊണ്ട് അത് കഴിച്ചു. ബെന്നി drew a happy dog. ബെന്നി ഒരു സന്തോഷമുള്ള നായയെ വരച്ചു. സന്തോഷമുള്ള, ഹാപ്പി, ഡ്രൂ വരച്ചു. എ പ്ലേഫുൾ പപ്പി ജംപ്ഡ് ഔട്ട് ഓഫ് ദ പേപ്പർ. ഒരു കുസൃതിക്കാരനായ നായക്കുട്ടി കടലാസിൽ നിന്ന് ചാടി. ജംപ്ഡ്, ചാടി. നിങ്ങൾക്ക് നായക്കുട്ടി ഇഷ്ടമാണോ? എനിക്ക് വളരെ ഇഷ്ടമാട്ടോ. ഹി ഡ്രൂ എ ബ്യൂട്ടിഫുൾ പാർക്ക്. അവൻ മനോഹരമായ ഒരു പാർക്ക് വരച്ചു. ബ്യൂട്ടിഫുൾ, മനോഹരമായ. ഡ്രൂ വരച്ചു. ആഹാ, എ വണ്ടർഫുൾ പാർക്ക് അപ്പിയർഡ്, ഫുൾ ഓഫ് സ്വിങ്സ് ആൻഡ് സ്ലൈഡ്സ്. ഊഞ്ഞാലുകളും സ്ലൈഡുകളും നിറഞ്ഞ ഒരു അത്ഭുതകരമായ പാർക്ക് പ്രത്യക്ഷപ്പെട്ടു. ബട്ട് ദെൻ ബെന്നി ഡ്രൂ എ ബിഗ് സ്റ്റോം ക്ലൗഡ്. പക്ഷേ പിന്നീട് ബെന്നി ഒരു വലിയ കൊടുങ്കാറ്റുളവാക്കുന്ന മേഘം വരച്ചു. ഓ നോ, എ റിയൽ സ്റ്റോം കെയിം. അയ്യോ, ഒരു യഥാർത്ഥ കൊടുങ്കാറ്റ് വന്നു. സ്റ്റോം, കൊടുങ്കാറ്റ്. കെയിം, വന്നു. ബെന്നി ലേൺഡ് ദാറ്റ് വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. വലിയ ശക്തിക്കൊപ്പം വലിയ ഉത്തരവാദിത്വം ഉണ്ടാകുമെന്ന് ബെന്നി മനസ്സിലാക്കി. He decided to use his pencil to draw only happy things. സന്തോഷകരമായ കാര്യങ്ങൾ മാത്രം വരയ്ക്കുവാൻ അവൻ തീരുമാനിച്ചു. ബെന്നി drew a bright sunshine. ബെന്നി നല്ല ശോഭയുളവാക്കുന്ന സൂര്യകിരണം വരച്ചു. The storm went away and everything was sunny again. കൊടുങ്കാറ്റ് പോയി, എല്ലാം വീണ്ടും വെയിലായി. മോറൽ: യൂസ് യുവർ സ്ട്രെങ്ത് വൈസ്ലി. നിങ്ങളുടെ ശക്തി വിവേകത്തോടെ മാത്രം ഉപയോഗിക്കുക. ഈ കഥയ്ക്ക് നല്ലൊരു തലക്കെട്ട് നൽകുക കേട്ടോ. ആ തലക്കെട്ട് എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പാസ്റ്റ് ടെൻസിലാണ് കഥ പറഞ്ഞത്. ജംപ്, ജംപ്ഡ്, ലേൺ, ലേൺഡ്, ഫൈൻഡ്, ഫൗണ്ട്, ഡ്രോ, ഡ്രൂ. ഇതുപോലെ കഴിഞ്ഞുപോയ കഥകളാണ് എഴുതുന്നതെങ്കിൽ പാസ്റ്റ് ടെൻസ് തന്നെ ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഹോംവർക്ക് എന്താണെന്ന് അറിയാവോ? തലക്കെട്ട് എഴുതുക, അതോടൊപ്പം സ്മൈലിൻ്റെ പാസ്റ്റ് ടെൻസും എഴുതണം കേട്ടോ. ഇ.ഡി. ചേർത്ത് എഴുതിയാൽ മതിയെന്നേ. തിരഞ്ഞെടുക്കപ്പെടുന്ന തലക്കെട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും കേട്ടോ. കൂട്ടുകാർക്ക് കഥ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.